ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കീർത്തിക പള്ളൻ. ഇന്ന് നമ്മൾ +1 ഫിസിക്സിൻ്റെ ടോപ്പിക്സ് അതിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബയോളജീനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിക്സിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, വലിയ ചാപ്റ്റർ എങ്ങനെ പഠിക്കേണ്ട രീതികൾ, അതൊക്കെയാണ് പറയുന്നത്. ഓരോ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഒക്കെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഫിസിക്സിന് 2 പാർട്ടായിട്ടാണ് വരുന്നത്. 2 പാർട്ട് ടെക്സ്റ്റ് ഉണ്ട് നമുക്ക് ഫിസിക്സ് +1 ഫിസിക്സിൽ പഠിക്കാനായിട്ട്. മൊത്തത്തിൽ 14 ചാപ്റ്റേഴ്സാണ്. ചാപ്റ്റേഴ്സാണ്. ഫിസിക്കൽ വേൾഡ് ഇല്ല, അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. എൻ്റെ പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇത് സിമ്പിൾ ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. മറ്റേ ചാപ്റ്റേഴ്സൊക്കെ നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. പിന്നെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. മോഷൻ ഇൻ എ പ്ലെയിനും ചെറിയ ചാപ്റ്ററാണ്, കുറച്ചുകൂടി മനസ്സിലാക്കാണ്ട് കാര്യങ്ങളൊക്കെ. സ്ട്രെയിറ്റ് ലൈനും എളുപ്പമാണ്. സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച, മീൻസ് 10th പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. v² = u² + 2as = ut + ½ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോസ് ഓഫ് മോഷൻ അത്യാവശ്യം നല്ല വലിയ ചാപ്റ്ററാണ്. കുറച്ച് വലുപ്പമുണ്ട് ബാക്കിയുള്ള ചാപ്റ്റർ. ഇപ്പോൾ നമ്മൾ നോക്കിയ ചാപ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല കോൺസെപ്റ്റുള്ള ചാപ്റ്ററാണ്. പിന്നെ വർക്ക് എനർജി പവറും അങ്ങനെ തന്നെ. പക്ഷേ വർക്ക് എനർജി പവർ നല്ല രസമാണ് പഠിക്കാൻ. പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ട്, കൈനറ്റിക് എനർജിയെ കുറിച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പ്രൂവിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ട് ഈ ചാപ്റ്ററിൽ. പ്രൂവ് വർക്ക് എനർജി തിയറം ഓഫ് വേരിയബിൾ ഫോഴ്സ്, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് എല്ലാ എക്സാംസിനും കാണുന്ന ഒരു ചോദ്യമാണ്, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതും അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പഠിക്കാനായിട്ട്. പിന്നെ ഗ്രാവിറ്റേഷനിലും കുറച്ച് ഏറ്റവും കൂടുതൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. മൊത്തം ഇപ്പം കെപ്ലേഴ്സ് ലോസ് ഒക്കെ പഠിക്കാനുള്ളതാണ്. യൂണിവേഴ്സൽ ലോ നമ്മൾ പഠിച്ച F = gm(m1m2/r²). ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത്, ബിലോയും സർഫസ് ഓൺ ദി എർത്ത്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി, എസ്കേപ്പ് സ്പീഡ്, എർത്ത് സാറ്റലൈറ്റ്, ഇതൊക്കെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഇതും വെയ്റ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ട്. ഇതിൽ 2 ടോപ്പിക്കൊക്കെ ഇല്ലയെന്ന് തോന്നുന്നു. അതൊക്കെ കട്ട് ചെയ്ത ടോപ്പിക്കാണെന്ന് തോന്നുന്നു, എൻ്റെ പഴയ ടെസ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഉള്ള ചാപ്റ്റേഴ്സ്. മൊത്തം 7 ചാപ്റ്റേഴ്സാണ് പാർട്ട് 1. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഈ ഒരു ടേബിളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഫിൽ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ പിന്നെ കുറേ ഭാഗമൊക്കെ ഇതിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമല്ല. ഇപ്പോൾ അതൊക്കെ ചോദിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒക്കെ പാറ്റേണൊക്കെ മാറിയില്ലേ, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയില്ലേ ഫുള്ള്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് ചോദിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്ര കാലം ഒരു പാറ്റേൺ വെച്ചിട്ട് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. ഇതിൽ കുറച്ച് മോഷണൽ സ്ട്രെയിറ്റ് ലൈനിൽ ഗ്രാഫുകളൊക്കെ പഠിക്കാനുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, അങ്ങനത്തെ കുറച്ച് സ്പീഡിൻ്റെ ഒക്കെ കുറേ പഠിക്കാനുണ്ട്. അങ്ങനെ സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ് മോഷണൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സ്, നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 14th ചാപ്റ്റർ വരെയും നമ്മൾ ആ ഡയമെൻഷൻ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ യൂണിറ്റും വെച്ചാൽ ഓരോ അതിൻ്റെ ഡയമെൻഷൻസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രമല്ല, എല്ലാ ചാപ്റ്ററിലും നമ്മൾ ആ ഡയമെൻഷൻ്റെ സംഭവം ഉപയോഗിക്കും. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലും ഉപയോഗിക്കുന്നുണ്ട്.
ഏതൊരു ഇക്വേഷൻ പഠിച്ചാലും അതിൻ്റെ യൂണിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ കണ്ടിരിക്കണം. മോഷൻ ഇനി പ്ലെയിൻ ആണ്. ഇത് അത്യാവശ്യം കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയാൽ അതിൻ്റെ ഓരോ ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ചോദ്യമൊക്കെയാണ് കൂടുതൽ വൺ വേർഡിൻ്റെ അവിടെ വരിക. ഇതൊക്കെ കോൺസെപ്റ്റ് അതിനെ മനസ്സിലാക്കിയാലാണ് നമുക്ക് നേരെ എഴുതാൻ പറ്റുള്ളൂ. പ്രൊജക്റ്റൈൽ മോഷൻ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇടയ്ക്ക് എല്ലാ ഇതിലും ഉണ്ടാവും ഓരോ ചോദ്യം. പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒരു പ്രൂവിങ് ഉണ്ട്. ലോസ് ഓഫ് മോഷൻ കുറച്ച് വലുതാണ്. ലോസ് ഓഫ് മോഷൻ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ. ബാങ്കിങ് ഓഫ് റോഡും ഉണ്ട്, പിന്നെ സർക്കുലർ മോഷൻ ഉണ്ട്. ഈ 2 ഡെറിവേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും, ഉറപ്പാണ്. വർക്ക് എനർജി പവർ. സിക്സ് ചാപ്റ്ററാണ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇത് കുറച്ചൊരിതാണ്, നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ചാപ്റ്ററാണ്. പക്ഷെ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ഒരു പിടുത്തം കിട്ടാൻ എത്ര പറഞ്ഞാലും ഡൗട്ട് വരുന്ന ചാപ്റ്റർ. എനിക്ക് അങ്ങനെയായിരുന്നു ഈ ചാപ്റ്റർ. അത്ര വലിയൊരിതുണ്ടായിരുന്നില്ല. എങ്ങനെ പറഞ്ഞാലും എനിക്കൊരു ഡൗട്ടാണ്. നമ്മളതിൻ്റെ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കണം ടീച്ചർമാർ പറയുമ്പോൾ. പിന്നെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇതെങ്ങനെ ഓരോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പറയും. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. ഇതിന്നൊക്കെ കുറേ ചോദ്യം ഫസ്റ്റ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. എക്സൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്ത് നോക്കുക. അതൊക്കെയാണ് ബുക്സിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഇങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ നമുക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്ററാണ്, കോൺസെപ്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇതൊക്കെ ഇരുന്ന് പഠിക്കുക. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതാണ് ഈ ചാപ്റ്ററിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത് നോക്കി. അതിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഓർത്തിട്ടെങ്കിലും ചെയ്യാൻ പറ്റും, ചാപ്റ്റർ ഫുള്ള് പഠിച്ചില്ലെങ്കിലും. അടുത്ത് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനിൽ ഈ ലോസൊക്കെയാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഡെറിവേഷൻസ് ഉണ്ട്. ഡെറിവേഷൻസ് ഫിസിക്സിൽ കൂടുതലാണെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിനനുസരിച്ച് അതങ്ങനെ പഠിച്ചു പോയിക്കോളും. അതങ്ങനെ ബേർഡനായി വരുമൊന്നുമില്ല. ഒരു എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ അതിങ്ങനെ അയ്യോ ഇത്ര തോനെ ഡെറിവേഷൻ ഉണ്ടെന്ന് കരുതാതെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്ററിലെ ഡെറിവേഷനായിട്ട് കാണുക. അതിനെ അതായത് മൊത്തം ഒരു ഡെറിവേഷൻ്റെ ആദ്യം ചാപ്റ്റർ പഠിച്ചിട്ട് പിന്നെ അവസാനം ഫുൾ ഡെറിവേഷൻസ് പഠിക്കാമെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ഓരോ ചാപ്റ്റർ പഠിച്ച് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം ആ ചാപ്റ്ററിൽ വരുന്ന ഏത് ഡെറിവേഷനാണോ അത് വൃത്തിയിൽ പഠിച്ചിട്ട് പോവുക. അതാണ്. അല്ലെങ്കിലാണ് ഡെറിവേഷൻ വലിയ പണിയായിട്ട് വരിക. അവസാനം പഠിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടായത്. നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ കൂടെ വൃത്തിയിൽ പഠിച്ചിട്ട് പോവാം. എന്നാൽ ഡെറിവേഷൻ ഭയങ്കര സിമ്പിളാണ്. ഏറ്റവും മാർക്ക് മേടിക്കാൻ പറ്റിയൊരു ഭാഗമാണ് ഡെറിവേഷൻ. കാരണം അത് ചോദിക്കുക 100% ഉറപ്പാണ്. അത് ചോദിക്കുക 5 മാർക്കിന് 4 മാർക്കിന് ഒക്കെയാണ് ചോദിക്കുക. ചിലപ്പോൾ 6 മാർക്കിന് വരെ ചോദിക്കും. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അഡീഷണലായിട്ട് ബി പാർട്ടിൽ വന്നിട്ട് അങ്ങനെ ചോദിക്കും. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഭാഗമാണ് ഈ ഡെറിവേഷൻസ്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും പഠിക്കാതിരിക്കരുത്. ഒന്നും പഠിച്ചില്ലെങ്കിലും ഡെറിവേഷൻ എന്തായാലും പഠിക്കണം ഓരോ ചാപ്റ്ററിൽ. കാരണം ഡെറിവേഷൻ ചോദിക്കാത്തൊരു പേപ്പർ ഇല്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഡെറിവേഷൻ കാണാം. ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ടിലെ ചാപ്റ്റേഴ്സ് വരുന്നത്. നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. വെരി സിമ്പിൾ ചാപ്റ്ററാണ്. സെക്കൻഡ് പാർട്ടിൽ സിമ്പിൾ ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. ഫസ്റ്റ് പാർട്ടിലെ സിമ്പിൾ ചാപ്റ്റർ യൂണിറ്റ് മെഷർമെൻറ്റ്സ് ആണ്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അത്
സിമ്പിളാണെന്ന് വെച്ചാൽ ആണ്, ടഫാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എനിക്ക് ഈ ചാപ്റ്ററിൽ. തെർമോഡൈനാമിക്സ് അങ്ങനെ അല്ല, പിന്നെ തെർമോഡൈനാമിക്സ് കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ കെമിസ്ട്രിയിൽ ഇത് കുറച്ചുകൂടി മുന്നേ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തോന്നുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കെമിസ്ട്രിയിലുണ്ട് തെർമോഡൈനാമിക്സ് പറഞ്ഞ ചാപ്റ്റർ. അത് ഈ ചാപ്റ്റർ എടുക്കണേക്കാളും മുന്നേ നമുക്ക് തുടങ്ങും. കാരണം കെമിസ്ട്രിയിൽ ഇത് 4th or 5th ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇവിടെ ഇത് 11th ചാപ്റ്ററാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്കുണ്ടാവും. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ പോലെ തോന്നുന്നു. കൈനറ്റിക് തിയറി ഒരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ അത്യാവശ്യമൊക്കെ ഉണ്ട് പഠിക്കാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓസിലേഷനും വേവ്സും. വേവ്സ് ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വലിയ ചാപ്റ്ററാണ്, തീരണില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലിങ്ങനെ വിശദീകരിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനുണ്ട്. വേവ്സും അങ്ങനെ ഒരു ചാപ്റ്ററാണ്. വേവ്സൊക്കെ എനിക്ക് അവസാന നിമിഷം എടുക്കണതായതുകൊണ്ട് ഞങ്ങൾക്കത് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടൊക്കെ എടുത്തത്. നല്ല പ്രശ്നമായിരുന്നു എനിക്ക് ഈ ചാപ്റ്റർ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, ടെക്സ്റ്റിലെ കുറേ കാര്യങ്ങൾ പറയും. ഇപ്പം നല്ല ഡൗട്ട് തോന്നണ ഒരുമാതിരി ചാപ്റ്ററായിരുന്നു വേവ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചാപ്റ്ററാണ്. അവസാനം എടുക്കണോണ്ട് തന്നെയാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അവസാനത്തേക്കാണ് ഈ കുറച്ചൊരു ഇതായിട്ടുള്ള ചാപ്റ്റർ വരുന്നത്. മനസ്സിലാക്കാൻ കുറച്ച് ഓസിലേഷൻ പിന്നെയും മനസ്സിലാവും. വേവ്സാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുക. ഒരു ഭാഗങ്ങളൊക്കെ ഓരോരോ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക, അന്നന്ന് എടുക്കുന്ന അന്നന്ന് പഠിക്കുക, അതാണ് പറയാനുള്ളൂ. ഇതൊക്കെ എളുപ്പമായി നോക്കണമെങ്കിൽ അത്രയേ ഉള്ളൂ വഴി. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് നല്ല പിടുത്തം കിട്ടുന്ന ചാപ്റ്ററാണ്. ടെക്സ്റ്റ് വായിച്ചാലും മനസ്സിലാകുന്ന ഒരു ചാപ്റ്ററാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അത് നല്ല അത്യാവശ്യം വലിയ ചാപ്റ്റർ തന്നെയാണ്. അതിൻ്റെ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയാൽ മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഇതൊന്നും നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ വിടുന്ന ഭാഗങ്ങളായിരുന്നു. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ടെക്സ്റ്റ് ഫുള്ള് വായിക്കണത് ഇതൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ 1 മാർക്കിന് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിന്ന് വരുന്നത്. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഈ ടോപ്പിക്കൊക്കെ ടീച്ചർമാരിങ്ങനെ പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അറിയാം. ക്ലാസ്സിൽ ശ്രദ്ധിച്ച ഒരാൾക്ക് ഇത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് പിന്നെ നമ്മൾ 10th പഠിക്കുന്ന ഒരു ഇതാണ്, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ. ഇത് വെച്ചിട്ടൊരു ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ 2 എക്സാമിനും ഉണ്ടായിരുന്നു. മോഡലിനും ഉണ്ടായിരുന്നു, പബ്ലിക്കിനും ഉണ്ടായിരുന്നു. ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കും. അതൊക്കെ എളുപ്പമുള്ളതാണ് ഭാഗമാണ്. ഇത് ബെർണോളിസ് പ്രിൻസിപ്പിളാണിത്. ഈ പിക്ചറൊക്കെ വരച്ച് നമ്മൾ ഡെറിവേഷൻ ചെയ്യണം. പിന്നെ വിസ്കോസിറ്റിയുടെ ഒരു ഭാഗം വരുന്നുണ്ട്. കാപ്പിലറി റൈസ് നമ്മൾ 9th പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഡെറിവേഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ ചാപ്റ്ററിലൊക്കെ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം കോൺസെപ്റ്റ് നമുക്ക് തറവാക്കാൻ പറ്റിയ ഭാഗങ്ങളാണ് ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ എന്തായാലും ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് പറയാം എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത്, പാറ്റേണൊക്കെ ഇങ്ങനെ ഈ ടെക്സ്റ്റ് നിന്നാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ പഠിക്കാൻ ശ്രമിക്കുക. തുടക്കം മുതൽ തന്നെ അവസാനത്തേക്ക് വെക്കണ്ട. ഇനി നെക്സ്റ്റ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിലങ്ങനെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ എല്ലാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം അങ്ങനെ കുഞ്ഞു ടോപ്പിക്സാണ്. പക്ഷെ കുറച്ച് പഠിക്കാനുണ്ട് എന്ന് മാത്രം, നന്നായി മനസ്സിലാക്കി പഠിക്കാനുണ്ട് എന്ന് മാത്രം. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റിയ ഭാഗമല്ല, എല്ലാം ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്.
തെർമോഡൈനാമിക്സ് എളുപ്പമുള്ള ചാപ്റ്ററാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ തന്നെയാണ്. കെമിസ്ട്രിയിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി തോന്നി കെമിസ്ട്രി പഠിക്കുമ്പോൾ എനിക്ക്. പക്ഷെ അത് പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് പഠിക്കുമ്പോൾ ഇത് വളരെ സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ്. ഈ തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ്, കാർനോട്ട് എഞ്ചിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതെന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതായത് എന്തായാലും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. കൈനറ്റിക് തിയറി, ഇതൊക്കെ ഞാൻ അവസാനം എക്സാമിൻ്റെ ടൈമിൽ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഈ റൈറ്റിങ്ങും നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല. ഇതൊക്കെയാണ് വൺ വേർഡായിട്ടൊക്കെ വരിക. അപ്പോൾ ടെക്സ്റ്റ് വായിക്കണം. കുഞ്ഞു ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എല്ലാം ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. വലുതാണ് ടെക്സ്റ്റ് വായിക്കാൻ മടി, കാരണം വായിച്ച് നമുക്ക് അത്ര മനസ്സിലാവില്ല. പിന്നെ കുറേ വായിക്കാനുണ്ടാവും ചെയ്യും, നമ്മുടെ സമയം അതിൽ പോവും. വായിച്ചൊന്നും മനസ്സിലാവില്ല, അതാദ്യത്തെ കാര്യം. മനസ്സിലാവാതെ വെറുതെ വായിച്ച സമയം വെറുതെ പോവും. പിന്നെ ടെക്സ്റ്റത്തെ ഗ്രാഫുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, ഓരോ പിക്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വയ്ക്കുക. അതൊക്കെ ആയിരിക്കും, അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇതിൽ കുറച്ച് ഈ ചാപ്റ്ററിൽ കുറേ എളുപ്പമുള്ള ഡെറിവേഷൻസ് ഉണ്ട്. ആക്സിലറേഷൻ്റെ, പിന്നെന്താ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ, അങ്ങനെ കുറച്ച് എളുപ്പമുള്ള ഡെറിവേഷൻസ് ഉണ്ട്. എനിവേസ് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് വേവ്സ്. അതിൽ കുറച്ച് പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ച് ഇരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് വേവ്സ് എന്ന് പറയുന്നത്. അവസാനത്തെ ഈ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് നല്ല രസമുള്ള ഡെറിവേഷനാണ്. അവസാനത്തെ ഒരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെയൊക്കെ ഒരു ഡെറിവേഷൻ വരുന്നുണ്ട് അവസാനം, ഇങ്ങനെയൊക്കെ ചിത്രം വരച്ച് ചെയ്യാനുള്ളത്. അത് നല്ലതാണ്. ആ ചാപ്റ്ററിലെ ഏറ്റവും എളുപ്പമുള്ള ഭാഗം ആ ഒരു ഡെറിവേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ +1 ഫിസിക്സ് സെക്കൻഡ്. ഓൾ റൗണ്ട് ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടും ആണ്, എന്നാൽ ഈസിയുമാണ് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ടെക്സ്റ്റും ഫിസിക്സിൻ്റെ 2 പാർട്ടത്തെ ഓരോ ചാപ്റ്റേഴ്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ SLC കഴിഞ്ഞ് +1ലേക്ക് പോകുന്നവർ, സയൻസ് എടുക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്സും സബ്സ്ക്രിപ്ഷനൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ഇടണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഇനി ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റിയുള്ള സമ്മറി അനാലിസിസും അങ്ങനത്തെ വീഡിയോ ആണോ, അതോ നിങ്ങൾക്ക് വേറെ ഏത് രീതിയിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് പറയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇൻഫോർമേറ്റീവാണ് തോന്നിയാൽ ഫ്രണ്ട്സർക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു.